Hello, in this section we are discussing about elements of visual image interpretation. Elements of visual image interpretation mainly includes tone, shape, size, pattern, texture, shadow, sight and association. Tone. Tone refers to the relative brightness or color of objects in an image. ടോൺ എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ ഒബ്ജക്റ്റിൻ്റെ കളറോ അല്ലെങ്കിൽ ആ കളറിൽ വരുന്ന ഡിഫറൻസ് റിലേറ്റീവ് ബ്രൈറ്റ്നെസ്സോ ആണ്. ജനറലി ടോൺ ഇസ് ദ ഫണ്ടമെന്റൽ എലമെന്റ് ഫോർ ഡിസ്റ്റിങ്ക്വിഷിംഗ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടാർഗറ്റ് ഓഫ് ഫീച്ചേഴ്സ്. പൊതുവെ ഈ ഒരു ടോൺ എന്ന് പറയുന്ന ഒരു എലമെന്റ് വെച്ചിട്ടാണ് ഡിഫറെൻറ്റ് ടാർഗറ്റോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സിനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. Variations in tone also allows the elements of shape, texture and pattern of objects to be distinguished. ടോണിൽ വരുന്ന വ്യത്യാസം വെച്ചിട്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ്, അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ്, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് തുടങ്ങിയവ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഡിഫറെൻറ്റ് ടോണും കളറും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ആദ്യം ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കളർ, അതിന് തന്നെ ഡിഫറെൻറ്റ് ടോൺസ് ഉണ്ട്. അതുപോലെ തന്നെ യെല്ലോ എന്ന് പറയുന്ന കളറിന് ഡിഫറെൻറ്റ് ടോൺസ് ഉണ്ട്. അപ്പോൾ ആ ടോണ് വെച്ചിട്ടും കളർ അല്ലെങ്കിൽ ഹ്യൂ വെച്ചിട്ടും നമുക്ക് ഏത് ഒബ്ജക്റ്റ് ആണ് എന്നത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഹ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ടോണാണ് ലൈറ്റർ ഷെയ്ഡിലോട്ട് പോകുന്നത്. ആ ഒരു ബ്രൈറ്റ്നസ്സിലെ ഡിഫറൻസിനെ ടോൺ എന്ന് പറയുന്നു. ഇനി ടോൺ അല്ല, അതേസമയം അതിൻ്റെ ഇത് കണ്ടോ, ഈ ഒരു ലൈറ്റ് ഷെയ്ഡിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ്, ഈ ഒരു കാറ്റഗറിയിൽ ഇത്രയും കളേഴ്സ്, അതിനെയാണ് നമ്മൾ ഹ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉപയോഗിച്ചിട്ട് സാറ്റലൈറ്റ് ഇമേജിൽ ഇന്ന ഫീച്ചർ ഏതാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കും ഈ ടോൺ എന്ന് പറയുന്ന എലമെൻറ്റ്. ഷേപ്പ്. ഷേപ്പ് refers to the general form, structure or outline of individual objects. ഷേപ്പിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു ഒബ്ജക്റ്റിൻ്റെ ജനറൽ ഫോം അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഔട്ട്ലൈനാണ് ഷേപ്പ്. ഷേപ്പ് ക്യാൻ ബി വെരി ഡിസ്റ്റിങ്ക്റ്റ് ക്ലൂ ഫോർ ഇൻ്റർപ്രിട്ടേഷൻ. ഈ ഷേപ്പ് ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് അത് എന്ത് ഫീച്ചറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും പറ്റാറുണ്ട്. Straight edge shapes typically represent urban or agricultural target, while natural features such as forest edges are generally more irregular in shape, except where man has created a road or clear cut. സാറ്റലൈറ്റ് ഇമേജസിൽ എന്ത് ഫീച്ചറാണ് നമുക്ക് അതിൻ്റെ ഷേപ്പ് വെച്ചിട്ട് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പം മാൻമെയ്ഡ് ഫീച്ചേഴ്സ് ആയിട്ടുള്ളൊരു സിറ്റിയോ അല്ലെങ്കിൽ അർബൻ ലാൻഡോ അഗ്രികൾച്ചർ ഫീൽഡൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് അതിനൊരു ഷേപ്പ് കാണും. അതേസമയം നാച്ചുറൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡിക്കോ ഫോറസ്റ്റ് എഡ്ജസിനോ ഒന്നും കൃത്യമായിട്ടൊരു ഷേപ്പ് കാണത്തില്ല, അത് ഇറഗുലർ ആയിരിക്കും. പിന്നെ എക്സംഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ മനുഷ്യൻ അതിൻ്റെ ഇടയിലൊരു റോഡ് ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ അവിടെ ഡിഫോറസ്റ്റേഷൻ ഉണ്ടായി, അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിന് ഷേപ്പ് ഉണ്ടായിരിക്കും. എങ്കിലും പൊതുവേ നമുക്ക് ഷേപ്പ് വെച്ചിട്ട് അതെന്ത് ഫീച്ചറാണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. Farmland or cropland irrigated by rotating sprinkler systems would appear as circular shape. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്രോപ്പ് ലാൻഡ് അല്ലെങ്കിൽ ഫാം ലാൻഡിൽ റൊട്ടേറ്റിംഗ് സ്പ്രിങ്ക്ലർ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് അത് ഇറിഗേഷൻ നടത്തുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഫീച്ചർ റൗണ്ട് ഷേപ്പിലായിരിക്കും കാണുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് വെച്ചിട്ട് അതെന്ത് ഫീച്ചറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാറ്റലൈറ്റ് ഇമേജസിൽ അല്ലെങ്കിൽ ഏരിയൽ ഫോട്ടോസിൽ പറ്റാറുണ്ട്. ഇതൊരു ഫോറസ്റ്റ് ഏരിയയുടെ മാപ്പാണ്. കൃത്യമായിട്ടൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ട്രക്ചറൊന്നും അതിനകത്ത് ഇല്ല, റെഗുലർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ഫീച്ചർ കണ്ടു കഴിഞ്ഞാൽ അത് ഫോറസ്റ്റ് ആണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സൈസ്. സൈസ് ഓഫ് an object is an image is a function of scale. It is important to assess the size of a target relative to other objects in the scene as well as the absolute size to aid in the interpretation of that target. ഒരു ഇമേജിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ആ ഇമേജിൻ്റെ സ്കെയിലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ലാർജ് സ്കെയിൽ മാപ്പിലാണെങ്കിൽ അതിൻ്റെ സൈസ് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഒരു സ്മോൾ സ്കെയിൽ മാപ്പിലാണെങ്കിൽ അതിൻ്റെ സൈസ് ആ ഒരു സ്കെയിലിനനുസരിച്ചായിരിക്കും. ഇനി നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്കൊരു ഒബ്ജക്റ്റിൻ്റെ സൈസിനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഒന്ന് അതിൻ്റെ ആബ്സലൂട്ട് സൈസ് വെച്ചിട്ട്, രണ്ടാമത്തത് തൊട്ടടുത്ത് മറ്റെന്തെങ്കിലും ഫീച്ചർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രണ്ട് ട്രീ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു ട്രീയുടെ ഹൈറ്റ് കൂടുതലും മറ്റൊന്നിൻ്റെ കുറവാണെന്നിരിക്കട്ടെ. അപ്പോൾ ഇതിനെക്കാട്ടും ഹൈറ്റ് കൂടിയതാണ് മറ്റൊന്നെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇത്ര മീറ്ററിന് മുകളിൽ ഹൈറ്റ് ഉള്ളത് ഏത് ട്രീ ആണ് എന്ന് നമുക്ക് അവിടെ അസ്യൂം ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും പറ്റും.
A quick approximation of target size can direct interpretation to an appropriate result more quickly. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു അപ്രോക്സിമേഷൻ വെച്ചിട്ട് നമുക്ക് ടാർഗറ്റ് സൈസ് കണക്കാക്കാനും ഇന്റർപ്രിട്ടേഷൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് നടത്താനും പറ്റും. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. If an interpreter had to distinguish zones of land use and has identified an area with a number of buildings in it, large buildings such as factories, warehouses would suggest commercial property, where small buildings would indicate residential use. ഏതെങ്കിലും ഒരു ഏരിയ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ ലാൻഡ് യൂസ് എടുക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ ഒത്തിരി ബിൽഡിങ്സ് ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ അവിടെ ലാർജ് ബിൽഡിങ്സ് കാണുന്നെങ്കിൽ അത് ഫാക്ടറീസ് ആയിരിക്കാം അല്ലെങ്കിൽ വെയർ ഹൗസസ് ആയിരിക്കാം എന്ന് മനസ്സിലാക്കി അത് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആയിട്ട് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. ഇനി സ്മോൾ ബിൽഡിങ്സ് ആണെങ്കിലോ അത് നമുക്ക് സെറ്റിൽമെന്റ്സ് ആണ്, അത് റെസിഡൻസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഒരു സ്ഥലത്ത് വളരെയധികം ഹൈറ്റ് കൂടിയ ബിൽഡിങ്സ് ഒരു സ്ഥലത്ത് കൂട്ടത്തോടെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, അവിടെ ഫ്ലാറ്റ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ അത് സഹായിക്കാറുണ്ട്. Pattern. Pattern refers to the spatial arrangement of visibly discernible objects. നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ ഡിസേൺ ചെയ്യുക, കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് ബൗണ്ടറി വെച്ച് വേർതിരിക്കാൻ പറ്റുന്ന സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ആണ് പാറ്റേൺ. Typically, an orderly repetition of similar tones and textures will produce a distinctive and ultimately recognizable pattern. സാധാരണ രീതിയിൽ ഒരേ ടോൺ ഒരു സ്ഥലത്ത് കാണുകയാണ് അല്ലെങ്കിൽ ഒരേ ടെക്സ്ചർ ഒരു സ്ഥലത്ത് കാണുകയാണെങ്കിൽ അതൊരു പാറ്റേൺ ആയിട്ട് മാറാറുണ്ട്. ഉദാഹരണങ്ങൾ നോക്കാം. ഓർച്ചാർഡ്സ് വിത്ത് ഈവൻലി സ്പേസ്ഡ് ട്രീസ്. ഒരു ഓർച്ചാർഡ് എടുക്കുകയാണ്, അവിടെ ഈവൻലി സ്പേസ്ഡ് ട്രീസ് ഉണ്ടെങ്കിൽ അതൊരു ഓർച്ചാർഡാണെന്ന് മനസ്സിലാക്കാം. ഇനി മറ്റൊരു അർബൻ സ്ട്രീറ്റിൽ റെഗുലർലി സ്പേസ്ഡ് ഹൗസസ് ഉണ്ടെങ്കിൽ അത് റെഗുലർലി സ്പേസ്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതൊരു പാറ്റേൺ ആണ്. ഇനി ഒരു അഗ്രികൾച്ചർ ലാൻഡ് കൃത്യമായിട്ട് ഡിവിഷനുണ്ട് എങ്കിൽ അത് മറ്റൊരു പാറ്റേൺ ആണ്. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റിനെ പാറ്റേൺ എന്ന് വിളിക്കാം. ഇതൊരു ഉദാഹരണം നോക്കാം. ഇത് അഗ്രികൾച്ചർ ലാൻഡിൻ്റെ ഒരു പാറ്റേൺ ആണ്. ഇവിടെ ഇന്ന പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട്, അതായത് സ്ട്രിപ്പ് ക്രോപ്പിംഗ് ഫോളോ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു ഫിഗർ സഹായിക്കും. ഇതുപോലെ തന്നെ അർബൻ ഏരിയ എടുക്കുമ്പോഴും അവിടെ വെൽ സ്പേസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലാനിംഗ് ഉള്ള ടൗൺസ് ഉണ്ടെങ്കിൽ ഇന്ന രീതിയിലാണ് അവിടുത്തെ പ്ലാനിങ്, ഇന്ന രീതിയിലാണ് അവിടുത്തെ പാറ്റേൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കതിന്ന് മനസ്സിലാക്കാൻ പറ്റും. Texture. Texture refers to the arrangement of frequency of tonal variation in particular areas of an image. ഒരു ഇമേജിലെ പെർട്ടിക്കുലർ ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ അറേഞ്ച്മെൻറ്റോ അല്ലെങ്കിൽ ടോണൽ വേരിയേഷനോ ഒക്കെ വരുന്നെങ്കിൽ അതിനാണ് ടെക്സ്ചർ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമേജ് നോക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് റഫായിട്ടും മറ്റു ചില ഭാഗങ്ങൾ സ്മൂത്തായിട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ സ്മൂത്ത്നെസ്സും റഫ്നെസ്സും അല്ലെങ്കിൽ കോഴ്സ്നെസ്സിൽ വരുന്ന വ്യത്യാസത്തിന് ടെക്സ്ചർ എന്ന് വിളിക്കാം. ഉദാഹരണം എന്തൊക്കെയാണെന്ന് നോക്കാം. റഫ് ടെക്സ്ചേഴ്സ് വുഡ് കൺസിസ്റ്റ് ഓഫ് എ motelet tone where the grade level change abruptly in a small area, whereas smooth textures would have a very little tonal variation. ഒരു ഏരിയയിൽ സ്മൂത്ത് ടെക്സ്ചർ ആണെങ്കിൽ അവിടെ ടോണൽ വേരിയേഷൻ വളരെ കുറവായിരിക്കും. അതേസമയം റഫ് ടെക്സ്ചർ ആണെങ്കിൽ വളരെ അധികമായിട്ട് ഒരു ചെറിയ ഏരിയയിൽ തന്നെ ടോണിൽ ഗ്രേ ലെവലിന് മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. Smooth textures are most often the result of uniform, even surface such as field, asphalt or grasslands. Smooth textures പൊതുവെ യൂണിഫോം ആയിട്ടുള്ള ഏരിയാസിൽ ലെവൽ സർഫസിൽ അല്ലെങ്കിൽ ഈവൻ സർഫസിലാണ് കാണപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ ഓർച്ചാർഡ്സോ ഗ്രാസ് ലാൻഡ്സോ അഗ്രികൾച്ചർ ഫീൽഡോ ഒക്കെ എക്സാമ്പിൾ ആണ്. A target with a rough surface and irregular structures such as forest canopy result in a rough textured അപ്പിയറൻസ്. ഇനി ഒരു സ്ഥലം റഫ് ടെക്സ്റ്റേർഡ് ആയിട്ട് കാണപ്പെടുന്നതിന് ഉദാഹരണം ഫോറസ്റ്റ് കനോപ്പിയാണ്. റെഗുലർ ഷേപ്പും റെഗുലർ സ്ട്രക്ചറും ഒക്കെ ആയിരിക്കാം. Texture is one of the most important elements for distinguishing features in radar imagery. Texture ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് റഡാർ ഇമേജറിയിലെ ഇന്റർപ്രിട്ടേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇത് കളേർഡ് ആയിട്ടൊരു സാറ്റലൈറ്റ് ഇമേജ് ആണ്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഫൈൻ ആയിട്ടുള്ള ടെക്സ്ചർ ആണ്, അതേസമയം ഈ ഭാഗത്തൊക്കെ വളരെ കോഡ്സ് പീക്സ് ഹിൽസ് ഒക്കെ ആയിരിക്കും അവിടെ കാണപ്പെടുന്നത്. ഇനി ഇതൊരു ഗ്രേ ഇമേജ് ആയിരുന്നെങ്കിൽ ഈ ഭാഗത്തൊക്കെ നമുക്ക് മറ്റൊരു ഷെയ്ഡ്, ഒരു ബ്ലാക്ക് ഗ്രേ ഹൈലൈറ്റ് ചെയ്ത് വരുന്ന ഷെയ്ഡും ഇവിടെയൊക്കെ ഈവൻ ആയിട്ടുള്ള ഷെയ്ഡും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ടെക്സ്ചർ എന്ന് പറയുന്നതും വിഷ്വൽ ഇമേജ് ഇന്റർപ്രിട്ടേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ് ആണ്. Shadow. Shadow is also helpful in interpretation as it may provide an idea of the profile
and relative height of a target or targets which may make identification easier. വിഷ്വൽ ഇമേജ് ഇൻ്റർപ്രിട്ടേഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റാണ് ഷാഡോ എന്ന് പറയുന്നത്. ഒരു സ്ഥലത്തിൻ്റെ പ്രൊഫൈലിനെ പറ്റിയിട്ടും അവിടുത്തെ ഹൈറ്റിനെ പറ്റിയിട്ടും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒരു ടാർഗറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു എലമെൻ്റ് കൂടിയാണ് ഷാഡോ എന്ന് പറയുന്നത്. However, shadow can also reduce or eliminate interpretation in the area of influence, since targets within the shadow are much less discernible from their surroundings. ചില സമയത്ത് ഷാഡോ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട്. കാരണം അത് കവർ ചെയ്യുന്ന ഏരിയ അത് മറക്കുക, അതായത് ഏതെങ്കിലും ഒരു ഫീച്ചറിനെ അല്ലെങ്കിൽ ഒരു ടാർഗറ്റിനെ അല്ലെങ്കിൽ ഒരു ഏരിയ ഓഫ് ഇൻഫ്ലുവൻസിനെ അത് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യും. കൃത്യമായിട്ട് അതിനുള്ള ഫീച്ചേഴ്സിനെ നമുക്ക് സറൗണ്ടിങ്സിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരെ ചെയ്യുന്നുണ്ട്. Shadow is also useful for enhancing or identifying topography, landforms particular in radar imagery. തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ടെക്സ്ചർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന റഡാർ ഇമേജറിയിലാണ്. അതുപോലെ ഷാഡോയും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുന്നത് റഡാർ ഇമേജിലാണ്, പ്രത്യേകിച്ച് ലാൻഡ് ഫോംസിനെ ടോപ്പോഗ്രാഫിയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസിലുള്ള ക്ലൗഡിൻ്റെ ഷാഡോ ആയിട്ടുള്ള സാറ്റലൈറ്റ് ഇമേജസ് ആണ്. ഇതുപോലെ തന്നെ ബിൽഡിങ്സിൻ്റെ ഷാഡോ ഉള്ള ഇമേജസ്, ട്രീസിൻ്റെ ഷാഡോ ഉള്ള ഇമേജസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രയാണ്, എത്ര ഏരിയയിൽ കവർ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അതൊന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. സൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ ആണ് സൈറ്റ്. Site has unique physical characteristics which might include elevation, slope, type of surface area, etc. ഏത് സൈറ്റാണ്? ഫോർ എക്സാമ്പിൾ നമ്മൾ തിരുവനന്തപുരം ജില്ലയുടെ സൗത്തിലാണ് നമ്മളുടെ സാറ്റലൈറ്റ് ഇമേജ് എങ്കിൽ ആ സ്ഥലത്തിനെ പറ്റി നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കും. അവിടുത്തെ എലിവേഷൻ എങ്ങനെയാണ്, അവിടുത്തെ സ്ലോപ്പ് എങ്ങനെയാണ്, അവിടുത്തെ സർഫസ് ഏരിയ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് എങ്ങനെയാണ്, അവിടുത്തെ ലാൻഡ് വാല്യൂ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആ സൈറ്റ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സൈറ്റ് എന്ന് പറയുന്നതും സാറ്റലൈറ്റ് ഇമേജ് അല്ലെങ്കിൽ ഏരിയൽ ഫോട്ടോ ഇൻ്റർപ്രിട്ടേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആണ്. അസോസിയേഷൻ അല്ലെങ്കിൽ സിറ്റുവേഷൻ എന്ന് പറയും. Association take into account the relationship between other recognizable objects or features in proximity to the target of interest. നമ്മൾ ഏത് ഫീച്ചർ ആണോ ഇന്റർപ്രറ്റ് ചെയ്യാൻ എടുക്കുന്നത് അതിന് തൊട്ടടുത്ത് കാണപ്പെടുന്ന, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്ന ഫീച്ചേഴ്സ് ആണ് അസോസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ ഒരു ഫീച്ചറിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. The identification of features that one would accept to associate with other features may provide information to facilitate identification. For example, commercial properties may be associated with the transportation routes. Residential areas would be associated with the schools, playgrounds, sport fields, etc. നമുക്കറിയാത്ത ഒരു സ്ഥലത്തിൻ്റെ ഇമേജ് തരികയാണെന്ന് വെച്ചോളും. ഒരു സ്ഥലത്തോട്ട് ഒത്തിരി ട്രാൻസ്പോർട്ടേഷൻ റൂട്ട്സ് വരുന്നുണ്ടെങ്കിൽ അതൊരു സിറ്റി ആണെന്നോ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണെന്നോ ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു സ്ഥലത്ത് സ്കൂളുണ്ട്, പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, സ്പോർട്സ് ഫീൽഡ്സ് ഉണ്ടെങ്കിൽ അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഒരു ലേക്ക് തൊട്ടടുത്തൊരു ബോട്ട്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മറീന കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനടുത്തൊരു റെക്രിയേഷൻ ലാൻഡ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഫീച്ചറിനെ വെച്ചിട്ട് തൊട്ടടുത്തുള്ള ഫീച്ചറിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നോക്കാം, ഇതൊരു സീലൊരു പോർഷൻ്റെ സാറ്റലൈറ്റ് ഇമേജ് ആണ്. അപ്പോൾ ഇതെന്താണ് നമുക്ക് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഒത്തിരി ഷിപ്സ് കാണുന്നുണ്ട്, അകത്ത് ഒത്തിരി കണ്ടെയ്നേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു പോർട്ട് അല്ലെങ്കിൽ ഒരു ഹാർബർ ആണെന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റൊരു ഫീച്ചറിൻ്റെ സഹായത്തോടു കൂടി ഇൻ്റർപ്രിട്ടേഷൻ നടത്തുന്നതിനെ അസോസിയേഷൻ എന്ന് പറയും. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിനെല്ലാം കൂടെ ഒറ്റ ഫിഗറായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. ടോൺ അല്ലെങ്കിൽ ഹ്യൂ, കളർ വരുന്ന വ്യത്യാസമോ അല്ലെങ്കിൽ ടോണിൽ വരുന്ന വ്യത്യാസമോ അല്ലെങ്കിൽ ഹ്യൂവിൽ വരുന്ന ചേഞ്ചസോ വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ഫീച്ചേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് അവിടുത്തെ സ്മൂത്ത്നെസ് അല്ലെങ്കിൽ റഫ്നെസ് വെച്ചിട്ട് അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഷേപ്പ് ചിലപ്പോൾ സർക്കുലർ ആയിരിക്കാം, റെക്റ്റാങ്കുലർ ആയിരിക്കാം, ഇറഗുലർ ആയിരിക്കാം. ഷേപ്പ് വെച്ചും കൃത്യമായിട്ട് ഓരോ ഫീച്ചേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ സൈസ് അത് സ്കെയിലിൻ്റെ ഫങ്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒരു ലാർജ് സ്കെയിൽ മാപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് ഇമേജസിലോ എയറിയൽ ഫോട്ടോഗ്രാഫ്സിലാണെങ്കിൽ അതിൻ്റെ സൈസ് ഇത്രയാണെങ്കിൽ സ്മോൾ സ്കെയിൽ അതിൻ്റെ സൈസ് ഇത്രയായിരിക്കും. അപ്പോൾ സൈസ് എന്ന് പറയുന്ന സ്കെയിലിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഷാഡോ കൃത്യമായിട്ട് ഏത് ഫീച്ചേഴ്സ് ആണെന്നത് അതിൻ്റെ ഷാഡോ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെ സഹായിക്കാറുണ്ട്. ദെൻ പാറ്റേൺ എങ്ങനെയാണ്, റെഗുലർ പാറ്റേൺ ആണോ, റെഗുലർ ആയിട്ടുള്ള പാറ്റേൺ ആണോ, വെൽ സ്പേസ്ഡ് പാറ്റേൺ ആണോ തുടങ്ങിയവ നമ്മളെ
ഇൻ്റർപ്രിട്ടേഷന് സഹായിക്കുന്നുണ്ട്. സൈറ്റ് ഒരു എർത്തിൽ ഏത് സ്ഥലത്താണ്, ഏത് കോണ്ടിനെൻറ്റിലാണ് അല്ലെങ്കിൽ ഏത് പ്ലേസിലാണ് ആ ഒരു സാറ്റലൈറ്റ് ഇമേജ് വരുന്നത്, ആ സ്ഥലം വച്ചിട്ട് നമുക്കതിൻ്റെ സോഷ്യോ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സും മറ്റു കാര്യങ്ങളും കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അസോസിയേഷൻ, ഇപ്പോൾ ഒത്തിരി റോഡ്സ് മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണെങ്കിൽ അതൊരു ജംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫീച്ചറിനെ മറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് അസോസിയേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് visual image interpretation elements.